നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ രാജ്യം ഭരിക്കുന്നവർ നഗ്നരായി നിൽക്കുകയാണെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ തൃശൂർ AG ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നു. പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംഘപരിവാറിന്റെ ആലയിൽ കെട്ടാനുള്ള നീക്കം ഇടതു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ചെറുക്കുമെന്ന് SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S വിപിൻ. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം പാലക്കാട്ട്. ഉമ്മയെയും സഹോദരിമാരെയും തനിച്ചാക്കി ഉപ്പയ്ക്ക് പിന്നാലെ ഇർഷാദും യാത്രയായി. അബുദാബിയിൽ വാഹനാപകടത്തിൽ മരിച്ച ഒറ്റപ്പാലം അമ്പലപ്പാറ സ്വദേശി ഇർഷാദിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. മാത്തൂരിൽ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കെ വീട്ടമ്മ കുഴഞ്ഞു വീണ് മരിച്ചു. മാത്തൂർ മന്തംപുള്ളി ചക്ലത്ത് വീട്ടിൽ രാമദാസിന്റെ ഭാര്യ സജിതയാണ് മരിച്ചത്. മലപ്പുറം ട്രാഫിക് പോലീസ് സ്റ്റേഷൻ ഹോംഗാർഡ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ് മരിച്ചു. മലപ്പുറം ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ രാധാകൃഷ്ണൻ നായരാണ് മരിച്ചത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. 4 ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി. വരും ദിവസങ്ങളിലും കർശന പരിശോധനയെന്ന് എക്സൈസ്. ഒലവക്കോട് റോഡരികിൽ വളർന്ന കഞ്ചാവ് ചെടി എക്സൈസ് സംഘം പിഴുതുമാറ്റി. തൃശൂർ അരിയന്നൂരിലെ ഡോക്ടറുടെ വീട്ടിൽ നിന്നും 10 പവൻ സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ കള്ളന്റെ മാപ്പ്. സ്വയം ബോധത്തിൽ ചെയ്തതല്ലെന്നും 8 പവൻ തിരികെ വയ്ക്കുന്നതായും 2 പവൻ താൻ വിറ്റതായും കേസ് പിൻവലിക്കണമെന്നും മാപ്പ് തരണമെന്നും കത്തി. ക്യാമറകളുണ്ട്, പക്ഷേ ഇവിടെ മാലിന്യം തള്ളുന്നതിന് തടസ്സമില്ല. വണ്ടൂർ കാഞ്ഞിരമ്പറ്റ കിഴക്കേക്കര റോഡിൽ മാലിന്യം വ്യാപകം. യാത്രക്കാർ ദുർഗന്ധം മൂലം ദുരിതത്തിൽ. മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും പ്രദേശവാസികൾ. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ SFI തൃശൂർ AG ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നു. ഇതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ രാജ്യം ഭരിക്കുന്നവർ നഗ്നരായി നിൽക്കുകയാണെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് പറഞ്ഞു. പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല എന്നതാണ് വസ്തുത. 22 ലക്ഷം വിദ്യാർത്ഥികളെ കേന്ദ്രം കണ്ണീർ കുടിപ്പിച്ചു. 40 ലക്ഷത്തോളം വരുന്ന രക്ഷാകർത്താക്കളെയാണ് BJP സർക്കാർ വഞ്ചിച്ചത്. കുഞ്ഞുങ്ങളുടെ കണ്ണീരിന് മുന്നിൽ ഏതു ദൈവങ്ങളെ കൂട്ടിപ്പിടിച്ചാലും BJP സർക്കാർ വെണ്ണീറാകും. ഫ്രീസ്റ്റിംഗ് എന്ന പേരിൽ കുട്ടികളുടെ ദേഹത്തെ കൈവച്ചാൽ SFI അവരെ കൈകാര്യം ചെയ്യുമെന്നും വിദ്യാർത്ഥികൾക്ക് വേണ്ടി കണ്ണിലെണ്ണയൊഴിച്ച് SFI ഉണ്ടാകുമെന്നും ശിവപ്രസാദ് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടയിലും ആവേശകരമായി SFI സമരം നയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരെ ഏത് ഭരണകൂടം വിരുദ്ധ നിലപാട് സ്വീകരിച്ചാലും ഭരിക്കുന്നവരെ നോക്കാതെ സമരം ചെയ്ത പ്രസ്ഥാനമാണ് SFI എന്നും ശിവപ്രസാദ് പറഞ്ഞു. ഈ രാജ്യം ആലോചിക്കേണ്ടത്, വിദ്യാർത്ഥികൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ആലോചിക്കേണ്ടത്, 10 വർഷക്കാലം രാജ്യത്ത് തുടർച്ചയായി ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 11ാമത്തെ വർഷം രാജ്യത്ത് പൂർത്തിയാക്കപ്പെടുമ്പോൾ ഈ 11 വർഷക്കാലത്തിനിടയ്ക്ക് 4 തവണയാണ് ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്ന നീറ്റ് ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോരുന്നത് എന്നതും ആ ചോദ്യപേപ്പർ രാജ്യത്ത് തന്നെ വൻകിട കുത്തക കോച്ചിങ് സെന്ററുകൾക്ക് മറിച്ചു വിൽക്കുക എന്നതും ആ മറിച്ചു വിൽക്കപ്പെടുന്ന ചോദ്യപേപ്പറുകൾ മെറിറ്റില്ലാത്ത വിദ്യാർത്ഥികൾ പഠിച്ച് കഷ്ടപ്പെട്ട് വീട്ടിലെ എല്ലാ സാമ്പത്തികമായ ചുറ്റുപാടുകളെയും പരാജയപ്പെടുത്തി മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികളെയും മറികടന്ന് അനർഹമായ സ്ഥാനങ്ങളിൽ എത്തുന്നത് എന്നത് സമീപകാല ഇന്ത്യൻ ചരിത്രം പഠിച്ചാൽ എനിക്കും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നതാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ SFIയുടെ നേതൃത്വത്തിൽ പാലക്കാട്ടും വൻ പ്രതിഷേധം. രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംഘപരിവാറിന്റെ ആലിൽ കെട്ടാനുള്ള നീക്കം ഇടതു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ചെറുക്കുമെന്ന് SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S വിപിൻ പറഞ്ഞു. പാലക്കാട്ട് സംഘടിപ്പിച്ച SFI പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിപിൻ. ഇതിന്റെ മുകളിൽ കയറി
മോദി സർക്കാർ അധികാരമേറ്റ ശേഷം നീറ്റ് ഉൾപ്പെടെ എൻട്രൻസ് മേഖലയും ഉന്നത വിദ്യാഭ്യാസ രംഗവും വിൽപ്പന ചരക്കായി മാറിയെന്നും എസ് വിപിൻ പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ രാഷ്ട്രീയ ബന്ധം അന്വേഷണം വിഷയമാവണമെന്നും വിപിൻ ആവശ്യപ്പെട്ടു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് SFI നടത്തിയ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് വിപിൻ ഉദ്ഘാടനം ചെയ്തു. ആ NIT ഉൾപ്പെടെയുള്ള ഈ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ആളുകൾക്ക് കച്ചവടം ചെയ്യുന്ന രീതിയിൽ 2000 രൂപ മുതൽ 20,000 രൂപ വരെ ചോദ്യങ്ങൾ എന്നാണ് പറയുന്നത്. 600 മാർക്കിന്റെ ചോദ്യം വിൽപ്പന ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ പണമുള്ളവർക്ക് കുറച്ച് ഈ പറയുന്ന തലത്തിൽ കുറച്ച് വാങ്ങാം എന്നുള്ളതിനപ്പുറത്തേക്ക് സാധാരണപ്പെട്ട മക്കൾക്ക് പഠനം നിഷേധിക്കുന്ന രീതിയാണ്. അതിനെതിരെ ശക്തമായിട്ട് തന്നെ SFI മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഞങ്ങൾ ഇന്നലെയാണ് ഈ സമരം തീരുമാനിച്ചത്. ഞങ്ങൾ ഇന്നലെ തീരുമാനിച്ച സമരത്തിൽ വളരെ കുറച്ച് ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് വന്നത്. ഞങ്ങൾ ഇതിനകത്തേക്ക് കയറാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. നാസിക്കിലെ പ്രസിൽ നിന്നും ചോദ്യപേപ്പർ ചോർന്നതിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. സുരക്ഷാ സംവിധാനങ്ങൾ ഏറെയുള്ള പ്രസിൽ നിന്ന് ചോദ്യപേപ്പർ ചോർത്തിയതിന് പിന്നിൽ കേന്ദ്ര ഭരണ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. 10 ലക്ഷമുള്ളവർക്ക് ഡോക്ടറാവണമെന്ന സ്ഥിതി രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ അവഹേളിക്കലും പരിഹസിക്കലുമാണ്. മോദി സർക്കാർ അധികാരമേറ്റ ശേഷം നീറ്റ് ഉൾപ്പെടെ എൻട്രൻസ് മേഖലകളിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ക്രമക്കേട് തുടർക്കഥയാണ്. പകൽ പോലെ തെളിവുള്ള കുറ്റങ്ങളിൽ പോലും പ്രതികളല്ലാതെ പോകുന്നത് കേന്ദ്ര ഭരണ രാഷ്ട്രീയ സ്വാധീനമാണ്. അക്ഷരങ്ങളോട് വെറുപ്പുള്ളവർ വിദ്യാഭ്യാസ രംഗം കൈകാര്യം ചെയ്താൽ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകുമെന്നും വിപിൻ പറഞ്ഞു. SFI ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷാദുലി അധ്യക്ഷത വഹിച്ചു. SFI ജില്ലാ സെക്രട്ടറി VB അഭിഷേക്, സംസ്ഥാന കമ്മിറ്റി അംഗം വിഷ്ണുപ്രിയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഉമ്മയെയും സഹോദരിമാരെയും തനിച്ചാക്കി ഉപ്പയ്ക്ക് പിന്നാലെ ഇർഷാദും യാത്രയായി. അബുദാബിയിൽ വാഹനാപകടത്തിൽ മരിച്ച ഒറ്റപ്പാലം അമ്പലപ്പാറ സ്വദേശിയായ 23-കാരന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. ഏറെ സ്വപ്നങ്ങളുമായി പ്രവാസ ലോകത്തേക്ക് പോയ ഇർഷാദിന്റെ ചേതനയേറ്റ ശരീരം വീട്ടിലെത്തിയപ്പോൾ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവർ അവസാനമായി ഒരു നോക്ക് കാണാനെത്തി. തുടർന്ന് വീടിനു സമീപം പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചവരുടെയെല്ലാം കണ്ണുകൾ ഈർന്നണിഞ്ഞു. ഈ മാസം 5-ാം തീയതിയാണ് അബുദാബിയിൽ വെച്ച് ഇർഷാദ് സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് അബുദാബിയിലെ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന ഇർഷാദ് ശനിയാഴ്ച രാവിലെയാണ് മരിച്ചത്. ഉപ്പ അബ്ദുൽ കരീം മരണപ്പെട്ട ശനിയാഴ്ച 1 വർഷം തികയാനിരിക്കെയാണ് ഇർഷാദിൻ്റെയും വിയോഗം. ഇതോടെ ഉമ്മയും സഹോദരിമാരും ആ വീട്ടിൽ തനിച്ചായി. തുടർന്ന് പൊതുദർശനത്തിന് ശേഷം മൃതദേഹം അമ്പലപ്പാറ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മറവ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാത്തൂരിൽ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കെ വീട്ടമ്മ മരിച്ചു. മാത്തൂർ മന്നംപള്ളി ചൊക്ലത്ത് വീട്ടിൽ രാമദാസിന്റെ ഭാര്യ 41 വയസ്സുള്ള സജിതയാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ 6:30യോടെയായിരുന്നു സംഭവം. കുഴഞ്ഞ വീടിനുടനെ കോട്ടായി സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കല്ലേക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മക്കൾ അർച്ചന, ആദർശ്. മലപ്പുറം ട്രാഫിക് പോലീസ് സ്റ്റേഷൻ ഹോംഗാർഡ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ് മരിച്ചു. മലപ്പുറം ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ 66 വയസ്സുള്ള രാധാകൃഷ്ണൻ നായരാണ് മരിച്ചത്. ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചറിൽ കയറാനായി ഓടിയെത്തിയ ഹോംഗാർഡ് ക്ഷീണിച്ച് തൊട്ടടുത്ത സ്റ്റാളിൽ നിന്നും വെള്ളം വാങ്ങിച്ച് കുടിച്ചുവിടാൻ പ്ലാറ്റ്ഫോമിലെ ബെഞ്ചിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ആളുകൾ ഓടിക്കൂടി ബഹളം വെച്ച് നിറഞ്ഞോടെ ഡ്യൂട്ടിയിലുള്ള GRP പോലീസ് ജയചന്ദ്രൻ കാര്യമായി ഇടപെട്ട് CPR നൽകിയാണ് ആദ്യം റെയിൽവേ ഹോസ്പിറ്റലിലും തുടർന്ന് PK ദാസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത്. റെയിൽവേ പോലീസ് കാര്യമായി ജീവൻ രക്ഷിക്കാൻ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. 4 ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി. വരും ദിവസങ്ങളിലും റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് വ്യാപകമായ പരിശോധന ഉണ്ടാകുമെന്ന് എക്സൈസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 10-ന് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് സിൽച്ചർ തിരുവനന്തപുരം എക്സ്പ്രസ് ട്രെയിനിലെ B1 കോച്ചിന്റെ പുറകിൽ വലതുവശത്തെ ബാത്റൂമിന്റെ റൂഫിന് മുകളിൽ നിന്നുമാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ഉടമസ്ഥനില്ലാത്ത നിലയിൽ വെള്ള പ്ലാസ്റ്റിക് ചാക്കിനുള്ളിൽ സൂക്ഷിച്ച നിലയിൽ 8.100 കിലോഗ്രാം ഉണക്ക കഞ്ചാവാണ് കണ്ടെത്തിയത്. പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് ഇൻസ്പെക്ടർ
അജു പി ഷാജിയും പാർട്ടിയും പാലക്കാട് RPF പാർട്ടിയും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. വരും ദിവസങ്ങളിലും റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് വ്യാപകമായി പരിശോധന തുടരുമെന്ന് എക്സൈസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റോഡരികിൽ വളർന്ന കഞ്ചാവ് ചെടി പിഴുതുമാറ്റി എക്സൈസ് സംഘം. ഒലവക്കോട് പഴയ കോഴിക്കോട് റോഡിൽ TMK ലൈറ്റ് ഷോപ്പിന് എതിർവശം റോഡരികിൽ വളർച്ചയെത്തിയ കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. 151 സെൻറ്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി ഉപയോഗിക്കാൻ പാകത്തിലായിരുന്നു. പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നാർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ ലഭിച്ച വിവരത്തെ തുടർന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറും സംഘവുമാണ് കഞ്ചാവ് ചെടി പിഴുതുമാറ്റിയത്. കഞ്ചാവ് നട്ടുവളർത്തിയതാണോ താനെ മുളച്ചതാണോ എന്നതിൽ വ്യക്തതയില്ലെങ്കിലും കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു. കേസ് രജിസ്റ്റർ ചെയ്തു. ഉറവിടം കണ്ടെത്താനാവാത്തതിൽ പ്രതിയെക്കുറിച്ച് സൂചനയില്ല. CPO മസിലാമണി, അരുൺകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ രജിത് K, സുധീഷ്, തൗഫീഖ്, അനീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് കഞ്ചാവ് ചെടി പിഴുതുമാറ്റിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ക്യാമറകളുണ്ട്, പക്ഷേ മാലിന്യം തള്ളുന്നതിന് ഇവിടെ തടസ്സമില്ല. മണ്ണൂർ കാഞ്ഞിരംപാറ കിഴക്കേക്കര റോഡിലാണ് മാലിന്യം വ്യാപകമായി ഇരിക്കുന്നത്. യാത്രക്കാർക്ക് ദുർഗന്ധം മൂലം ദുരിതത്തിലായിരിക്കുകയാണ്. മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ ഇത് കണ്ടെന്ന് നടിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. ലോഡ് കണക്കിന് വരുന്ന മാലിന്യത്തിന് നേരിയ കുറവുണ്ട്. എന്നാൽ ഇപ്പോഴും മാലിന്യം വ്യാപകമായി തന്നെ തള്ളുന്നുണ്ട്. പ്രധാന റോഡിൽ നിന്നും 100 മീറ്റർ അകലെ നിന്ന് നോക്കിയാൽ മതി. മാംസാവശിഷ്ടങ്ങൾ നായ്ക്കളും പക്ഷികളും കൊത്തിവലിക്കുന്നത് കാണാനാകും. ക്യാമറ വെച്ചിട്ടെന്താണ് മിച്ചം? പ്ലാസ്റ്റിക് കവറുകളും അവശിഷ്ടങ്ങളും മാംസാവശിഷ്ടങ്ങളും ഇവിടെ വ്യാപകമായി ഉപേക്ഷിച്ചത് കാണാനാകും. മാലിന്യങ്ങൾ കാക്കകൾ കൊത്തി സമീപത്തെ കിണറുകളിൽ ഇടുന്നതും പതിവാണ്. ലോഡ് കണക്കിയ മാലിന്യം തള്ളുന്നതായുള്ള പരാതിയാണ് കാഞ്ഞിരംപാറ കിഴക്കേക്കര റോഡിൽ ക്യാമറകൾ സ്ഥാപിച്ചത്. ക്യാമറയ്ക്ക് താഴെ തള്ളൽ നിർത്തിയെങ്കിലും 100 മീറ്റർ അപ്പുറം പാതവക്കിലാണ് ഇപ്പോൾ മാലിന്യം തള്ളുന്നത്. പഞ്ചായത്ത് അധികൃതർ സ്ഥലം പരിശോധിച്ചാൽ തെളിവുകൾ ലഭ്യമാകും. കിട്ടിയ തെളിവുകൾ വെച്ച് ആളെ കണ്ടെത്താനാകും. യാത്രക്കാർ ദുർഗന്ധം മൂലം ദുരിതത്തിലാണ്. മഴക്കാല രോഗങ്ങൾ ഇതുമൂലം പടരാൻ സാധ്യതയുണ്ടെന്നും ആരോഗ്യവകുപ്പും രംഗത്തെത്തി പരിശോധിക്കേണ്ട ബാധ്യതയുണ്ടെന്നും അധികൃതർ രംഗത്ത് വരാത്തതാണ് മേഖല മാലിന്യ കൂമ്പാരമായതായി നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ തീരുമാനം. ബുധനാഴ്ച ചേർന്ന ബോർഡ് യോഗത്തിലാണ് തീരുമാനം. ശുചീകരണ പ്രവൃത്തികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഈ മാസം 16 നടത്താനും തീരുമാനിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ചിരിക്കുകയാണ്. മെയ് 11 മുതൽ 15 വരെ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ മൊബൈൽ സ്ക്വാഡുകളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. എല്ലാ സ്ക്രാപ്പ് യൂണിറ്റുകളും ഇത്തരം യൂണിറ്റുകൾ പരിശോധന നടത്തും. മഴ നനയാത്ത വിധത്തിൽ സ്ക്രാപ്പുകൾ മാറ്റാനും ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇത്തരം നടപടികളെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ പറഞ്ഞു. 11-ാം തീയതി മുതൽ 15-ാം തീയതി വരെ മൊബൈൽ സ്ക്വാഡുകൾ പഞ്ചായത്തിലെ JS-ഉം HI-യും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിലെ HI-യും JHI ഉൾപ്പെടെയുള്ള ആരോഗ്യ വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ സ്ക്രാപ്പ് യൂണിറ്റുകളിലും പരിശോധന നടത്തുകയും മഴ വരുന്നതിന് മുമ്പേ അവരുടെ പുറത്ത് കിടക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെ കയറ്റി കൊണ്ടുപോയും അല്ലാത്ത സാധനങ്ങൾ മഴ നനയാത്ത രീതിയിൽ ടാർപോളിൻ ഷീറ്റിലേക്കോ അല്ലെങ്കിൽ ഷെഡിലേക്കോ മാറ്റണം എന്നുള്ള നിർദ്ദേശം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശം 11-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ് അവർക്ക് കൊടുക്കുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഈ മാസം 16-ന് ഓങ്ങല്ലൂർ സെൻറ്ററിൽ നടക്കും. ഇതിനുശേഷം 17-ാം തീയതി മുതൽ 24-ാം തീയതി വരെ വാർഡ് തലങ്ങളിൽ അതത് വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കും. മഴ പെയ്താൽ ഡെങ്കിപ്പനി പിടിപെടാനുള്ള സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു. 16-ാം തീയതി പഞ്ചായത്ത് തല ശുചീകരണം ഓങ്ങല്ലൂർ സെൻറ്ററിൽ വെച്ചിട്ട് നടക്കുകയാണ്. അതിനുശേഷം 17-ാം തീയതി മുതൽ 24-ാം തീയതി വരെ വാർഡ് തലത്തിൽ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ആ പ്രദേശത്തുള്ള സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുടുംബശ്രീയെയും അതേപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെയൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വാർഡ് തലത്തിലുള്ള ശുചീകരണം നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ കുടുംബശ്രീ യൂണിറ്റുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണം. ആ കുടുംബശ്രീ യൂണിറ്റുകൾ ഒരു പൊതു സ്ഥലങ്ങളിൽ അവരുടെ ഓരോ യൂണിറ്റുകളും പ്രവർത്തനം നടത്തണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവർക്ക് കൊടുത്ത നിർദ്ദേശങ്ങൾ. ഇനി മഴ പെയ്താൽ ഡെങ്കു പോലെയുള്ള അസുഖങ്ങളൊക്കെ തന്നെ വരും. അപ്പോൾ അസുഖങ്ങളൊക്കെ തന്നെ മറികടക്കുന്നതിന് വേണ്ടി മുൻകരുതൽ എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ ആലോചിച്ചു കൊണ്ടുപോവുകയാണ്. ബുധനാഴ്ച ചേർന്ന പഞ്ചായത്ത് ബോർഡ് യോഗത്തിലായിരുന്നു തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
തൃശൂർ അരിയന്നൂരിലെ ഡോക്ടറുടെ വീട്ടിൽ നിന്ന് 10 പവൻ മോഷ്ടിച്ച സംഭവത്തിൽ കള്ളൻ്റെ മാപ്പപേക്ഷയുടെ പകർപ്പ് പുറത്തുവിട്ടു. സ്വയം ബോധത്തിൽ ചെയ്തതല്ലെന്നും 8 പവൻ തിരികെ വയ്ക്കുന്നതായും 2 പവൻ താൻ എടുത്തു വിറ്റു എന്നും കേസ് പിൻവലിക്കണമെന്നും മാപ്പ് തരണമെന്നും കത്തിൽ പറയുന്നു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ അകമലയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ടോറസ് ലോറിയിലിടിച്ച് 3 യാത്രക്കാർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. തൃശൂർ റൂട്ടിലോടുന്ന ഉണ്ണികൃഷ്ണ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിൻ്റെ മുൻഭാഗത്തിരുന്ന യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അകമല ഫ്ലൈ ഓവർ ബസ് സ്റ്റോപ്പിന് സമീപമാണ് അപകടം നടന്നത്. ഈ മേഖലയിൽ വാഹനാപകടങ്ങൾ നിത്യസംഭവമായി മാറുകയാണ്. കഴിഞ്ഞ 2 മാസത്തിനിടെ 2 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും അനധികൃത കച്ചവടങ്ങളുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് ഉടൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവിഷൻ കൗൺസിലർ KP മദനൻ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ നഗരസഭയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുന്നതടക്കമുള്ള 3 വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് യോഗം ചേർന്നത്. എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ യോഗത്തിൽ തീരുമാനമായില്ല. ഈ മാസം 20-ന് വീണ്ടും പ്രത്യേക യോഗം ചേർന്ന് നഗരസഭ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ P. നിർമ്മല STVയോട് പറഞ്ഞു. ഷൊർണൂർ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നിയുക്ത MLA P. മമ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നത്. കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാത്ത വിഷയം, കുളപ്പള്ളിയിൽ ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കൽ, ഷൊർണൂരിലെ ഓട്ടോ തൊഴിലാളിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കൽ എന്നീ 3 വിഷയങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നതിനാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നത്. KBTA ഭാരവാഹികൾ, ബസ് തൊഴിലാളികൾ, വ്യാപാരി നേതാക്കൾ, ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ അവരുടെ അഭിപ്രായങ്ങൾ യോഗത്തെ അറിയിച്ചു. കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാൻ 3-4 മിനിറ്റുകൾ അധികം വേണ്ടിവരുമെന്നും ഇത് തൊഴിലാളികൾ അംഗീകരിക്കില്ലെന്നും ഇപ്പോൾ തന്നെ വാഹനം ഓടിച്ചെത്താൻ കഴിയില്ലെന്നും വളരെ ബുദ്ധിമുട്ടാണെന്നും KBTA ഭാരവാഹികൾ യോഗത്തെ അറിയിച്ചു. അല്ലാത്തപക്ഷം സമയം കൂട്ടിത്തരണമെന്നും ഇവർ ആവശ്യമുന്നയിച്ചു. അതേസമയം സമയത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്നും ഇത് സ്റ്റേറ്റ് ലെവൽ തീരുമാനിക്കേണ്ട കാര്യമാണെന്നും AMVI ഉദ്യോഗസ്ഥരും യോഗത്തെ അറിയിച്ചു. ഷൊർണൂരിലെ ഓട്ടോ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും തൊഴിലാളികളുടെ പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നു. വ്യാപാരി പ്രതിനിധികളും അവരുടെ പ്രശ്നങ്ങൾ യോഗത്തെ അറിയിച്ചു. കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാൻ കഴിയില്ലെന്ന KBTA ഭാരവാഹികളും തൊഴിലാളികളും നിലപാട് കടുപ്പിച്ചതോടെ അന്തിമ തീരുമാനമാകാതെ യോഗം പിരിയുകയായിരുന്നു. അതേസമയം ഈ മാസം 20-ന് വീണ്ടും പ്രത്യേകം യോഗങ്ങൾ ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും നഗരസഭ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ P. നിർമ്മല പറഞ്ഞു. യോഗത്തിൽ P. മമ്മിക്കുട്ടി, ചെയർപേഴ്സൺ P. നിർമ്മല, വൈസ് ചെയർമാൻ VK അനുരാജ്, സെക്രട്ടറി PS രാജേഷ്, RTO പോലീസ് ഉദ്യോഗസ്ഥർ, KBTA ഭാരവാഹികൾ, ബസ് തൊഴിലാളികൾ, ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചേറ്റൂർ രാധാകൃഷ്ണൻ മെമ്മോറിയൽ നൃത്തസംഗീതോത്സവം മെയ് 16-17 തീയതികളിലായി മങ്കര കൊതക്കുളങ്കര ക്ഷേത്രം ഗണത്തിൽ നടക്കും. വളർന്നുവരുന്ന കലാകാരന്മാരും പ്രമുഖ സംഗീത കലാലയങ്ങളിലെ വിദ്യാർത്ഥികളും നർത്തകരും വിശിഷ്ടരായ സംഗീതജ്ഞരും പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കല്ലേക്കുളങ്കര ശബ്ദകലാക്ഷേത്ര സ്കൂൾ ഓഫ് മ്യൂസിക് ചേറ്റൂർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ചേറ്റൂർ രാധാകൃഷ്ണൻ മെമ്മോറിയൽ സംഗീതോത്സവം മെയ് 16-17 തീയതികളിലായി മങ്കര കോതക്കുളങ്കര ദേവി ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഗീതജ്ഞൻ ചേറ്റൂർ രാധാകൃഷ്ണൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഈ കലോത്സവം കലാപ്രേമികൾക്ക് ഒരു അനുഗ്രഹമാകും. സംഗീതത്തിനോടും കലകളോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്നേഹം, അർപ്പണ മനോഭാവം എന്നിവ ഈ പരിപാടികൾക്ക് പ്രചോദനമായി മാറുന്നു. സംഗീത വിദ്യാർത്ഥികൾക്കും യുവസംഗീതജ്ഞർക്കും നൃത്ത വിദ്യാർത്ഥികൾക്കും മറ്റു പ്രമുഖ കലാകാരന്മാർക്കും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം കൂടി ഈ കലോത്സവത്തിലൂടെ ഒരുക്കുന്നു. പാലക്കാടിൻ്റെ ശാസ്ത്രീയ സംഗീത നൃത്ത പാരമ്പര്യം മുതൽക്കൂട്ടാക്കിക്കൊണ്ട് നടത്താനിരിക്കുന്ന ഈ സംരംഭത്തിൽ വളർന്നു വരുന്ന കലാകാരന്മാരും പ്രമുഖ സംഗീത കലാലയങ്ങളിലെ വിദ്യാർത്ഥികളും നർത്തകരും വിശിഷ്ട സംഗീതജ്ഞരും പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. കലാരംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ മുതിർന്ന കലാകാരന്മാരെ ചടങ്ങിൽ ആദരിക്കും. ഇനി മുതൽ എല്ലാ വർഷവും സംഗീതോത്സവം നടക്കും. സംഗീതരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകി വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു പ്രഗത്ഭ കലാകാരനോ ആദരവായി ചേറ്റൂർ രാധാകൃഷ്ണൻ പുരസ്കാരവും ക്യാഷ് അവാർഡും ഉപഹാരം നൽകി ആദരിക്കും. വിവിധ ജില്ലകളിൽ നിന്നുള്ള സംഗീത നൃത്ത പ്രതിഭകളുടെ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞ ഈ പരിപാടി പാലക്കാട് ജില്ലയിലെ സാംസ്കാരിക കലണ്ടറിലെ ഒരു പ്രധാന ഘടകമായി മാറും. 16-ന് രാവിലെ 8:30 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം മണ്ണൂർ രാജകുമാരനുണ്ടി നിർവഹിക്കും. ചടങ്ങിൽ വിശിഷ്ട വ്യക്തികളെ ആദരിക്കും. 17 രാവിലെ 8:30 സംഗീത ലോകത്തെ പ്രഗത്ഭർ അവതരിപ്പിക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം ഉണ്ടാകും. തുടർന്ന് ആചാര്യന്മാരുടെ സംഗീതാർച്ചന
തുടരും. വൈകിട്ട് 6 മുതൽ 8 വരെ വീണ കച്ചേരിയും ഉണ്ടാകുമെന്ന് ചേറ്റൂർ ചാരിറ്റബിൾ മാനേജിംഗ് ട്രസ്റ്റി ശിവദാസ് ചേറ്റൂർ, ഡോക്ടർ ശൈലജ രാധാകൃഷ്ണൻ എന്നിവർ അറിയിച്ചു. ശ്രീ ചേറ്റൂർ രാധാകൃഷ്ണൻ മെമ്മോറിയൽ മ്യൂസിക് ഫെസ്റ്റിവൽ ഈ മെയ് 16, 17 തീയതികളിൽ മങ്കരയിലുള്ള കോതകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ വിപുലമായ പരിപാടികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ശനിയാഴ്ച, അതായത് മെയ് 16 തീയതി രാവിലെ ഉദ്ഘാടന സമ്മേളനം നടക്കും. അതിൽ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്നതാണ്. ശ്രീ ചേറ്റൂർ രാധാകൃഷ്ണൻ പുരസ്കാരം അന്ന് ശ്രീ മണ്ണൂർ രാജകുമാരനെ മാസ്റ്റർ അവർക്ക് നൽകുന്നതായിരിക്കും. അതിനുശേഷം വിപുലമായ സംഗീത നൃത്ത പരിപാടികൾ ഉണ്ടാവും. ലോകമെമ്പാടും ശിഷ്യസമ്പത്തുള്ള ശബ്ദകലാക്ഷേത്ര അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അച്ഛൻ്റെ പേരിൽ തന്നെ സംഗീത നൃത്തോത്സവം ഈ വരുന്ന മെയ് മാസം 16, 17 തീയതികളിലായി മങ്കര കോതകുളങ്ങര ദേവീക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രഗത്ഭരായ സംഗീതജ്ഞരും നർത്തകരും വിദ്യാർത്ഥികളും എല്ലാവരും പങ്കെടുക്കുന്ന ഈ കലോത്സവത്തിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മെയ് 25, 26 തീയതികളിൽ SBI എംപ്ലോയീസ് ഫെഡറേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് SBI നടത്തുന്ന ദ്വിദിന പണിമുടക്കിന് മുന്നോടിയായി ഒറ്റപ്പാലം SBI ഒറ്റപ്പാലം മെയിൻ ശാഖയ്ക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. ബഫി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സജി ഒ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ആ കരാറിൽ ഒപ്പിട്ട പ്രകാരമാണ് ഞങ്ങളിവിടെ ആരെയും നിയമിക്കാത്തതെന്നാണ് പറഞ്ഞത്. ഉടനെ നേതാവ് ചാടിക്കാർ പറഞ്ഞു, ഞങ്ങൾ മെസഞ്ചർമാരെ നിയമിക്കാനൊന്നും അങ്ങനെ താൽക്കാലികമായി നിയമിക്കാനൊന്നും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, ഞങ്ങൾ ഹൗസ്കീപ്പിംഗ് സ്റ്റാഫിനെ മാത്രമേ താൽക്കാലികം നിയമിക്കാൻ വേണ്ടി ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് വന്ന കത്തെന്ന് പറയുന്നത് മെസഞ്ചർമാരെ നിയമിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റായ കാര്യമാണ്. നാളെ മുതൽ ആരെയും താൽക്കാലിക കെട്ടണ്ടെന്നാണ് പറഞ്ഞത്. SBI EF വൈസ് പ്രസിഡന്റ് AK മിനിജ അധ്യക്ഷത വഹിച്ചു. IM സതീശൻ, NS ശിവകുമാർ, P ബാലൻ, ജില്ലാ സെക്രട്ടറി എന്നിവർ സംസാരിച്ചു. P സത്യമോഹൻ സ്വാഗതവും KV ശോഭന നന്ദിയും പറഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് സ്വകാര്യവൽക്കരണത്തിനെതിരെയും പുതിയ നിയമനങ്ങൾ നടത്തണമെന്നാവശ്യപ്പെട്ടുമാണ് 2.5 ലക്ഷത്തോളം ജീവനക്കാർ ഒന്നടങ്കം പണിമുടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഇനിയും പൂർത്തിയാകാതെ മാത്തൂരിലെ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിയുക്ത പാലക്കാട് MLAയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് കായിക പ്രേമികൾ. നിയുക്ത പാലക്കാട് MLA രമേശ് പിഷാരടിക്ക് മുന്നിൽ മാത്തൂർക്കാർക്ക് അന്വേഷിക്കാനുള്ളത് 5 വർഷം മുമ്പ് പണി തുടങ്ങി ഇന്നും പാതുവഴിയിൽ നിൽക്കുന്ന മൾട്ടിപർപ്പസ് സ്റ്റേഡിയം എന്ന് പൂർത്തീകരിക്കുമെന്നതാണ്. ഷാഫി പറമ്പിൽ MLA ആയിരിക്കെ അദ്ദേഹത്തിന്റെ പ്രത്യേക താൽപര്യപ്രകാരം കിഫ്ബിയിൽ നിന്നും 99 ലക്ഷം രൂപ അനുവദിച്ച പ്രകാരം 5 വർഷം മുമ്പ് പണി തുടങ്ങിയ മാത്തൂരിലെ മൾട്ടിപർപ്പസ് സ്റ്റേഡിയത്തിന്റെ പൂർത്തീകരണം കാത്ത് പ്രതീക്ഷകളോടെ കായിക പ്രേമികളുടെ കാത്തിരിപ്പ് നീളുകയാണ്. കോട്ടായി കുഴമന്നം പ്രധാന പാതയോരത്ത് മാത്തൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം മലമ്പുഴ കനാൽ പുറമ്പോക്ക് സ്ഥലത്ത് പണിയുന്ന മൾട്ടിപർപ്പസ് സ്റ്റേഡിയമാണ് 5 വർഷമായിട്ടും പകുതി പോലും പൂർത്തീകരിക്കാതെ കിടക്കുന്നത്. നിർദ്ദിഷ്ട സ്റ്റേഡിയത്തിൽ നിർമ്മാണം നടത്തിയ കെട്ടിടങ്ങളും അനുബന്ധ കാര്യങ്ങളും കാട് മൂടിക്കിടക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം പണി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതും പാഴ്വാക്കായി. സ്റ്റേഡിയം പൂർത്തിയായാൽ കായിക രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുന്ന മാത്തൂരിലെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും സ്റ്റേഡിയം ഏറെ ഉപകാരപ്രദമാകും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. VD സതീശന് വേണ്ടി ഷൊർണൂർ ടൗണിലും ഫ്ലക്സ് ഉയർന്നു. VD സതീശൻ ഞങ്ങളുടെ ചങ്ക് ജയ് UDF എന്ന വാചകങ്ങൾ എഴുതിയാണ് രാത്രിയിൽ ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാവശ്യപ്പെട്ട് ഇതിനകം പല ജില്ലകളിലും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു. കഞ്ചിക്കോട് ശ്രീ കാഞ്ചി കാമകോടി പീഠം ശിവക്ഷേത്രത്തിൽ 6ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ഭാഗവതരത്നം രജനി ഉണ്ണീഷ്ണ വാര്യരാണ് യജ്ഞാചാര്യ. ശിവക്ഷേത്രത്തിൽ നിന്നും നാദസ്വരത്തിൻ്റെ മേളത്തോടെ യജ്ഞാചാര്യയെ സ്വീകരിച്ച് നാമജപത്തോടുകൂടി കലവറ ദ്രവ്യങ്ങളുമായി പൂർണ്ണകുംഭത്തോടുകൂടി യജ്ഞശാലയിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് അഗത്യത്ര ശിവാനന്ദ ആശ്രമം മഠാധിപതി സംഭൂജ്യസ്വാമി സ്വരൂപാനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ആ കേരള സമൂഹത്തിൽ കാര്യങ്ങൾ
സംഘാടക സമിതി കൺവീനർ സതീഷ് മേനോൻ അധ്യക്ഷത വഹിച്ചു. യജ്ഞാചാര്യ ഭാഗവത രത്നം രജനി ഉണ്ണീകൃഷ്ണ വാര്യർ, യജ്ഞ ഹോമാതാവ് ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരി, ശിവക്ഷേത്രം ട്രസ്റ്റി ഷഡഗോപാലൻ മാസ്റ്റർ, ഇസ്കോൺ കഞ്ചിക്കോട് മുരാരി, ഗൗരംഗദാസ്, വിക്ടോറിയ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ശോഭാറാണി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സപ്താഹ കമ്മിറ്റി പ്രസിഡന്റ് വിശ്വനാഥൻ നായർ സ്വാഗതവും സഹയജ്ഞാചാര്യ ലളിതാകൃഷ്ണ വാര്യർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാറ്റുലി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ലായിരുന്നുവെന്ന് CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം ഉയർന്നിരിക്കുന്നു. തനിക്കോ ഭരണത്തിനോ എതിരായ വികാരമല്ല ഫലത്തിൽ പ്രതിഫലിച്ചതെന്ന് പിണറായിയും യോഗത്തിൽ ഉന്നയിക്കുന്നു. LDFന്റെ കനത്ത തോൽവിക്ക് കാരണമെന്തായിരിക്കും? അഭിപ്രായം ശരിയായ തീരുമാനമാണ് അണികളുടെ. പിന്നെ പാർട്ടിയിൽ തോൽവിയുടെ കാരണം ജനദ്രോഹമായ നയങ്ങൾക്ക് ജനം യഥാർത്ഥ ഒരു വെർഡിക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഏത് മേഖലയിലാണ് ഇവർ ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നത്? വെറും ഈ ചിത്രത്തിൽ പെയിൻ്റ് അടിക്കുകയും ചിത്രം വരയ്ക്കുകയും മാത്രം നമ്മളെ പറ്റിച്ചതിനുള്ള തിരിച്ചടിയാണ് ജനങ്ങൾ. ബാലറ്റ് പേപ്പറിലൂടെ ജനങ്ങൾ ഈ സർക്കാരിനെ ഇറങ്ങിപ്പോയിക്കോളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത്തവണ പിണറായി മത്സരിച്ചത് എന്തായിരുന്നു അഭിപ്രായം? മാറി നിൽക്കേണ്ടതായിരുന്നു. അത് ഈ ഇത്ര കനത്ത തോൽവി നേരിടേണ്ടിയില്ലായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ രാജ്യം ഭരിക്കുന്നവർ നഗ്നരായി നിൽക്കുകയാണെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ തൃശൂർ AG ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നു. പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംഘപരിവാറിന്റെ ആലയിൽ കെട്ടാനുള്ള നീക്കം ഇടതു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ചെറുക്കുമെന്ന് SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S വിപിൻ. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം പാലക്കാട്ടും. ഉമ്മയെയും സഹോദരിമാരെയും തനിച്ചാക്കി ഉപ്പയ്ക്ക് പിന്നാലെ ഇർഷാദും യാത്രയായി. അബുദാബിയിൽ വാഹനാപകടത്തിൽ മരിച്ച ഒറ്റപ്പാലം അമ്പലപ്പാറ സ്വദേശി ഇർഷാദിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. മാത്തൂരിൽ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കെ വീട്ടമ്മ കുഴഞ്ഞു വീണ് മരിച്ചു. മാത്തൂർ മന്തംപുള്ളി ചൊക്ലത്ത് വീട്ടിൽ രാമദാസിന്റെ ഭാര്യ സജിതയാണ് മരിച്ചത്. മലപ്പുറം ട്രാഫിക് പോലീസ് സ്റ്റേഷൻ ഹോംഗാർഡ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ് മരിച്ചു. മലപ്പുറം ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ രാധാകൃഷ്ണൻ നായരാണ് മരിച്ചത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. 4 ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി. വരും ദിവസങ്ങളിലും കർശന പരിശോധനയെന്ന് എക്സൈസ്. ഒലവക്കോട് റോഡരികിൽ വളർന്ന കഞ്ചാവ് ചെടി എക്സൈസ് സംഘം പിഴുതുമാറ്റി. തൃശൂർ അരിയന്നൂരിലെ ഡോക്ടറുടെ വീട്ടിൽ നിന്നും 10 പവൻ സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ കള്ളന്റെ മാപ്പ്. സ്വയം ബോധത്തിൽ ചെയ്തതല്ലെന്നും 8 പവൻ തിരികെ വയ്ക്കുന്നതായും 2 പവൻ താൻ വിറ്റതായും കേസ് പിൻവലിക്കണമെന്നും മാപ്പ് തരണമെന്നും കത്തി. ക്യാമറകളുണ്ട്, പക്ഷേ ഇവിടെ മാലിന്യം തള്ളുന്നതിന് തടസ്സമില്ല. മണ്ണൂർ കാഞ്ഞിരമ്പറ്റ കിഴക്കേക്കര റോഡിൽ മാലിന്യം വ്യാപകം. യാത്രക്കാർ ദുർഗന്ധം മൂലം ദുരിതത്തിൽ. മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും പ്രദേശവാസികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.